ഹായ് എവ്രി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ +1 ഫിസിക്സിലെ യൂണിറ്റ് 1 ഫിസിക്കൽ വേൾഡ് ഈ ഒരു യൂണിറ്റിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് എൻ്റർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേർഡ് സയൻസ് ഒറിജിനേറ്റഡ് ഫ്രം എ ലാറ്റിൻ വേർബ് വിച്ച് ഈസ് ദാറ്റ് വേർബ്. അതായത് സയൻസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് ഒറിജിനേറ്റ് ചെയ്തത് ഒരു ലാറ്റിൻ വേർബിൽ നിന്നാണ്. ആ ലാറ്റിൻ വേർബ് ഏതാണെന്ന്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഡായിട്ടുള്ള സയൻസ് ഒറിജിനേറ്റ് ചെയ്തത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ആ ലാറ്റിൻ വേർഡ് ഏതാണെന്ന്. ആ ലാറ്റിൻ വേർഡിൻ്റെ പേരാകുന്നു സയൻഷ്യ. സയൻഷ്യ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഇംഗ്ലീഷ് വേർഡായിട്ടുള്ള സയൻസ്, ആ ഒരു ഇംഗ്ലീഷ് വേർഡ് ഒറിജിനേറ്റ് ചെയ്തത്. സയൻഷ്യ എന്ന് പറയുന്ന ലാറ്റിൻ വെർബിൻ്റെ അല്ലെങ്കിൽ ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു നോ എന്നുള്ളതാണ്. ടു നോ എന്ന് പറഞ്ഞാൽ അറിയുവാൻ എന്നുള്ള മീനിങ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ വേർഡ് ഫിസിക്സ് കംസ് ഫ്രം എ ഗ്രീക്ക് വേർഡ്. അപ്പോൾ ഇംഗ്ലീഷ് വേർഡായിട്ടുള്ള ഫിസിക്സ് എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ആ ഗ്രീക്ക് വേർഡ് ഏതാണെന്ന്, ആ ഗ്രീക്ക് വേർഡിൻ്റെ പേരാകുന്നു ഫ്യൂസിസ്. ഫ്യൂസിസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നുമാണ് ഇംഗ്ലീഷ് വേർഡായിട്ടുള്ള ഫിസിക്സ് എന്ന വേർഡ് ഉണ്ടായത്. ഓക്കെ, ഫ്യൂസിസ് എന്ന ഗ്രീക്ക് വേർഡിൻ്റെ മീനിങ് എന്നത് എന്താണ്? നേച്ചർ എന്നാണ്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എൻ്റർ ചെയ്യാം. നെയിം ദി ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് സ്റ്റാർസ്. രണ്ടാമത്തത് സ്റ്റഡി ഓഫ് എർത്ത്. എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സ്റ്റാർസ് എന്ന് പറയുന്നത് സയൻസിലെ ഏത് ബ്രാഞ്ചിൽ വരുന്നതാണെന്ന്. സ്റ്റഡി ഓഫ് സ്റ്റാർസ് എന്ന് പറയുന്നത് സയൻസിലെ അസ്ട്രോണമി എന്ന ബ്രാഞ്ചിൽ വരുന്നതാണ്. ഓക്കെ, സ്റ്റഡി ഓഫ് സ്റ്റാർസ് എന്ന് പറയുന്നത് സയൻസിലെ അസ്ട്രോണമി എന്ന ബ്രാഞ്ചിൽ വരുന്നതാണ്. പിന്നെ അസ്ട്രോളജി ഉണ്ട്. അസ്ട്രോളജി സയൻസിൻ്റെ ബ്രാഞ്ച് അല്ല. അസ്ട്രോളജിയിൽ എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ഇല്ല. അസ്ട്രോളജി വിശ്വാസത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അസ്ട്രോളജി ഉണ്ട്, അസ്ട്രോണമി ഉണ്ട്. അസ്ട്രോളജി സയൻസിൻ്റെ ബ്രാഞ്ചിൽ വരുന്നതല്ല. അസ്ട്രോളജി അത് വിശ്വാസത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. ഈ സ്റ്റാർസും മനുഷ്യജീവിതവും ഒക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യമാണ് അസ്ട്രോളജി. അതിന് സയൻറ്റിഫിക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റെപ്സിലൂടെയൊന്നും അല്ല അസ്ട്രോളജി കടന്നു പോകുന്നത്. പക്ഷേ അസ്ട്രോണമി ഉണ്ട്. അസ്ട്രോണമി സയൻസിലെ ബ്രാഞ്ചിൽ വരുന്നതാണ്. സയൻസിലെ ഫിസിക്സിൻ്റെ ബ്രാഞ്ചിൽ വരുന്ന ഒരു വിഷയം തന്നെയാണ് അസ്ട്രോണമി എന്ന് പറയുന്നത്. അത് സ്റ്റാർസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. മനസ്സിലായില്ലേ? ദെൻ സ്റ്റഡി ഓഫ് എർത്ത്. സ്റ്റഡി ഓഫ് എർത്തിന് പറയുന്ന പേരെന്താണെന്ന്. സ്റ്റഡി ഓഫ് എർത്തിന് പറയുന്ന പേരാണ് ജിയോളജി. ജിയോളജി ഫിസിക്സിലെ ബ്രാഞ്ചല്ല, ജിയോളജി സയൻസിലെ ബ്രാഞ്ചാണ്. ജിയോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് എർത്തിനെ കുറിച്ചാണ്. സ്റ്റഡി ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് ജിയോളജിയിൽ സ്റ്റഡി ചെയ്യുന്നത്. പിന്നെ ജിയോഗ്രഫി ഉണ്ട്. ജിയോഗ്രഫി എന്ന് പറയുമ്പോൾ ഇതാണ് ജിയോഗ്രഫി. ഈ ജിയോഗ്രഫിയിൽ എർത്ത് സർഫസിനെ കുറിച്ചും അതുപോലെ ഹ്യൂമൻ എൻവറോൺമെൻറ്റൽ ഇൻട്രാക്ഷനെ കുറിച്ചുമാണ് ജിയോഗ്രഫിയിൽ പഠിക്കുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ജിയോഗ്രഫി എന്ന് പറയുന്നതും ഫിസിക്സിൻ്റെ ബ്രാഞ്ച് അല്ല. പക്ഷേ ജിയോഗ്രഫിയിലും ജിയോളജിയിലും അസ്ട്രോണമിയിലൊക്കെ തന്നെ ഫിസിക്സ് ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അസ്ട്രോളജി സയൻസിൻ്റെ ബ്രാഞ്ച് അല്ല. ഓക്കെ, അസ്ട്രോളജി സയൻസിൻ്റെ ബ്രാഞ്ച് അല്ല, അസ്ട്രോണമി സയൻസിൻ്റെ ബ്രാഞ്ചാണ്. അത് മനസ്സിലാക്കുക. അടുത്തത് 1 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു 1 ലൈറ്റ് ഇയർ എത്ര മീറ്റർ ആണെന്ന്. 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 9.46 ഇൻറ്റു 10⁻15 മീറ്ററാണ്. 9.46 ഇൻറ്റു 10⁻15 മീറ്റർ തന്നെയാണ് 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. കിലോ വാട്ട് അവർ ഈസ് ദ യൂണിറ്റ് ഓഫ് ഡാഷ്. കിലോ വാട്ട് അവർ എന്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണെന്ന്. കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റാണ്. എനർജി എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റാണ് കിലോ വാട്ട് അവർ. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് വിചാരിച്ചാൽ നമുക്കറിയാം, പവർ ആൾ ഇക്വേഷൻ എന്താ? പവർ ഈക്വൽ ടു W/T. അപ്പോൾ W ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. W എന്ന് പറഞ്ഞാൽ എനർജിയാണ്. എനർജി ഈസ് ഈക്വൽ ടു എന്താണ്? എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം അല്ലേ? അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് എന്താ? വാട്ട്. ടൈമിൻ്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. ഇനി അത് വലിയ യൂണിറ്റിലേക്ക് ആക്കുമ്പോഴോ കിലോ വാട്ട് അവർ എന്നാക്കാം. സെക്കൻഡിന് അവറിലേക്കും വാട്ടിന് കിലോ വാട്ടിലേക്കും ആക്കിയിട്ട് നമുക്ക് എനർജി ഈക്വൽ കിലോ വാട്ട് അവർ എന്നാക്കാം. ആ രീതിയിൽ. അടുത്ത ക്വസ്റ്റ്യനാണ് വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ എന്ന് പറയുമ്പോൾ ആ ഫോഴ്സിൻ്റെ പേരാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന്. അപ്പോൾ ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു. പിന്നെ ന്യൂക്ലിയസിൻ്റെ അകത്ത് ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു.
ന്യൂക്ലിയസിൻ്റെ അകത്ത് തന്നെ ന്യൂട്രോണും പ്രോട്ടോണും തമ്മിലൊക്കെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നത് ഏതിനെയാണ്? ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് കൊണ്ടാണ് ഇതെല്ലാം ബൈൻഡ് ചെയ്ത് നിർത്തപ്പെടുന്നതെന്നും പറഞ്ഞു. അപ്പോൾ ഇത് പഠിപ്പിക്കുമ്പോൾ നമുക്ക് പലർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, ഈ ന്യൂട്രോൺ ഇതിന് ചാർജ് ഇല്ലല്ലോ, സമ്മതിച്ചു. അപ്പോൾ ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എങ്കിൽ അതിപ്പോൾ മാസ് ഡിപ്പെൻഡ് ആകണ്ടേ? അപ്പോൾ മാസ് ഡിപ്പെൻഡ് ആയിട്ടുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലേ? അപ്പോൾ ഈ ഫോഴ്സ് ആക്ച്വലി ചാർജ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ആക്ട് ചെയ്യുന്ന ഈ ഫോഴ്സ് എന്താകണ്ടേ? ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഇക്വലൻ്റ് ആകണ്ടേ എന്നുള്ള ഡൗട്ട് ചിലപ്പോൾ വരാം. കാരണം മാസ് ഇൻഡിപെൻഡൻ്റ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ന്യൂട്രോണും തമ്മിൽ ബൈൻഡ് ചെയ്ത് നിർത്തപ്പെടുന്ന ഫോഴ്സായ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ കേസ് വരുമ്പോൾ അവിടെ ചാർജ് ഇല്ല, മാസ് ഉള്ളൂ. അപ്പോൾ ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയിലേക്ക് അത് വരേണ്ടതില്ലേ എന്നുള്ള ഡൗട്ട് വരുമ്പോൾ അതിൻ്റെ ആൻസർ പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ് എങ്കിലും അത് കളർ ചാർജിനെ ഡിപ്പെൻഡ് ആണ് എന്നുള്ളതാണ് എൻ്റെ ആൻസർ. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ്, സമ്മതിച്ചു. പക്ഷേ അത് കളർ ചാർജിനെ ഡിപ്പെൻഡ് ആണ്. ഇപ്പോൾ ന്യൂട്രോൺ എന്ന് പറയുന്നത് അതൊരു കളർ ചാർജാണ്. ഈ കളർ ചാർജ് എന്ന് പറഞ്ഞാൽ ക്വാക്സ് പ്രസൻ്റ് ആയിട്ടുള്ള സബാറ്റോമിക് പാർട്ടിക്കിളാണ് ഈ ന്യൂട്രോൺ, പ്രോട്ടോണൊക്കെ. അപ്പോൾ ഈ ക്വാക്സിനെയാണ് കളർ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്രോണിൻ്റെ ടോട്ടൽ ചാർജ് 0 ആണെങ്കിലും അതിൻ്റെ ഈ ക്വാക്ക് ചാർജ് എഫക്റ്റ് ഉണ്ട്. ആ എഫക്റ്റിൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞാലും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് കളർ ചാർജിനെ ഡിപ്പെൻഡൻ്റ് ആണ്. ന്യൂട്രോൺ, പ്രോട്ടോൺ തുടങ്ങിയ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ക്വാക്സ് കൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ക്വാക്സ് എന്ന് പറയുന്നത് കളർ ചാർജിൽ പെട്ടതാണ്. ആ കളർ ചാർജിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസിൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വർക്ക് ചെയ്യും. അതിപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് കളർ ചാർജിനെ ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ള കാര്യം അവിടെ നോട്ട് ചെയ്യുക. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പിക്ക് ദ ഓഡ് വൺ ഔട്ട് എമംഗ് ദി ഫോളോവിങ് ഫോഴ്സസ്. അപ്പോൾ ഈ ഫോളോവിങ് ഫോഴ്സസിൽ നിന്ന് ഓഡ് വൺ പിക്ക് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ നമുക്ക് ഇത് വായിക്കുന്നത് മനസ്സിലാവും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചറാണ്. പക്ഷേ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഓഫ് നേച്ചറിൽ വരാത്തൊരു ഫോഴ്സാണ് വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സാണ് അതിനകത്ത് ഓഡ് വൺ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ദി ന്യൂക്ലിയസ്. അത് നമുക്കറിയാം, അത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. അപ്പോൾ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഏതാണെന്ന് വെച്ചാൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സാണ്. ചാർജിനെ ഇൻഡിപെൻഡൻ്റ് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ കളർ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചാൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എവിടെയാണ്, എപ്പോഴാണ് പ്രസൻറ്റ് ആവുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ബീറ്റ ഡീക്കയിലാണ്. അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് സ്റ്റേബിൾ ന്യൂക്ലിയസ് ആകാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകൾ വരുന്നതാണ് ആൽഫ, ബീറ്റ, ഗാമ, ഡീക്കയൊക്കെ. ഇതിനകത്ത് ബീറ്റ ഡീക്കയിലാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് പ്രസൻറ്റ് ആവുന്നത്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. അത് 10⁻⁻16 മീറ്റർ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. അപ്പോൾ താങ്ക് യു.